അതിന് എൻ്റെ അനിയനെ വരെ പെണ്ണ് തെറ്റായി, പിന്നെ ഞാനിങ്ങനെ നിൽക്കാൻ പാടുണ്ടോ? അതെ ചേച്ചി, ഒരിക്കലും പാടില്ല. അതുകൊണ്ട് പോയി കാർത്തികേട്ടനെ പ്രപ്പോസ് ചെയ്യുക. അപ്പം നിനക്കും എല്ലാമേ തിരിയാച്ച്. ബെസ്റ്റ് കോളേജ് മുഴുവൻ പാട്ടാൻ മതിയായിരുന്നു. പോടാ, നിന്നെ പോലല്ലേ എൻ്റെ ചേച്ചി, അല്ലേ മോളെ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി. ചേച്ചിയല്ലേ എനിക്കെല്ലാം പറഞ്ഞു തന്നത്. ശിവാനിയെ നിന്റെ കാര്യം പോക്കാട്ടോ. ആദ്യം സ്വന്തം കാര്യം രക്ഷിക്കാൻ നോക്ക്, ഓക്കെ? അത് തന്നെ പാറുവേ, എല്ലാം നീ കണ്ടു വെച്ചോട്ടോ. ഈ ശിവൻ നിന്നെ ഓരോ തവണ താങ്ങുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നീ അവനെല്ലാ പണിഷ്മെൻറ്റും കൊടുക്കണം. അവൻ അങ്ങനത്തെ സാധനമാണ്. അതെ അതെ. പിന്നെന്തല്ലോ ശിവേട്ടാ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് സീക്രട്സ് ഇല്ല, ഓക്കെ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഫോറവർ അയക്കണമെന്നാ എൻ്റെ ആഗ്രഹം. ആ അതെ അതെ. എന്താ നീ പറ, എൻ്റെ മുഖം എന്താ എല്ലാതിരിക്കുന്നത്? എന്താ പറ്റി? എന്താ മോളെ പറ, നിനക്ക് എന്ത് പറ്റി? ഇത്രയും നേരം നിനക്ക് സന്തോഷമായിരുന്നല്ലോ, നിൻ്റെ മുഖത്തിന് എന്ത് പറ്റി? ഒന്നുമില്ല. അത് വിട്ടേരെ, ലീറ്റ്. അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. പറ, എന്ത് പറ്റി? ചേട്ടാ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ സന്തോഷത്തില്ല. ഞാൻ വലിയൊരു സീക്രട്ട് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോവാം. നിനക്ക് കേൾക്കണ്ടേ പാറു? പറ സീക്രട്ട്, കേൾക്കട്ടെ. നോക്കണേ, എത്ര പെട്ടെന്ന് പെണ്ണിൻ്റെ മുഖം മാറിയതെന്ന്. ബെസ്റ്റ്, ഇവക്ക് എന്തോ പോലെ സങ്കടമെന്നൊക്കെ വിചാരിച്ചു ഞാനിപ്പോൾ ആരായി? അത് പിന്നെ പറയാനുണ്ടോ? ശശിയായില്ലേ? അതെ അതെ, പിന്നെ ഹാട്ടിലെ ശശിയാകും ശശാങ്കനാകും. മിണ്ടാതിരിക്കണേ എന്നും കൂടെ. ഞാൻ സത്യമായിട്ട് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. പറയാനുള്ളതെല്ലാം വേഗം പറയേണ്ട മുത്തേ. ഇങ്ങനെ ഇൻട്രോയിൽ തന്നെ നമ്മളെങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വേഗം എന്താ? ഞാൻ പറയാൻ പോവാണ്, പക്ഷേ ഞാൻ അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരും പറ്റിക്കുമായിരുന്നു. എക്സ്പെഷ്യലി എൻ്റെ കൂടെ പറഞ്ഞ ഈ സാധനത്തെ വരെ. എന്താ ഇത്ര പറ്റിക്കുമായിരുന്നു? എങ്ങനെ? നിനക്ക് ഓർമ്മയുണ്ടാവും, നീ ഞാനും കാർത്തിയും കൂടെ കൊറിയയിലെ ബിസിനസ് ആവശ്യത്തിന് പോയത്. അന്ന് നമ്മൾ ഒരാളെ കണ്ടില്ലായിരുന്നോ? ഓർമ്മയില്ലേ? PNB ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ മിസ്റ്റർ പ്രദീപ്. പ്രദീപ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടല്ലേ? അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞ കമ്പനിയുടെ പേരെന്തായിരുന്നു? PNB ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അറിയോ? ഓ മൈ ഗോഡ്, ചേച്ചി ഇപ്പോൾ ഒരു പേര് പറഞ്ഞില്ലേ, ആ പേരെന്താ? പ്രദീപ്. പ്രദീപ് എന്ന പേര്. എന്താ എൻ്റെ പാറൂസേ, വൈ ആർ യു ഷോക്കിങ്? ബിക്കോസ് ഒന്നുമില്ല, ഞാൻ പിന്നെ പറയാം. യു കണ്ടിന്യൂ, പറഞ്ഞോ, എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടി എനിക്ക് കാർത്തികിനെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. ബട്ട് എനിക്ക് ശരിക്കും ഇഷ്ടം പ്രദീപിനെയാണ്. കാർത്തികിനെ ഇഷ്ടമുള്ള വേറൊരാളെ എനിക്കറിയാം, അയാളെ ഞാൻ പറയാം. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർത്തികിനെ, അല്ല നജേ? ഇതൊക്കെ ആരാ പറഞ്ഞേ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ? അപ്പോൾ ചേച്ചി പറഞ്ഞല്ലേ നജയ്ക്ക് കാർത്തികേട്ടനെ ഇഷ്ടമാണ്? അതെ, പക്ഷേ എനിക്ക് കാർത്തികനെ ഇഷ്ടമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ അവളുള്ള ഉള്ളിലുള്ള ഇഷ്ടം ആരോടും പറഞ്ഞില്ല. അവൾക്ക് അത് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും നമ്മളെന്ത് വിചാരിച്ച് അവളെ നമ്മളോടൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവൾ യാദൃശ്ചികമായിട്ട് എല്ലാം അവളുടെ അനിയത്തിയെ വിളിച്ച് പറയുമ്പം ഞാനെല്ലാം അറിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അവൾക്ക് കാർത്തികിനെ ഇഷ്ടമാണ്. പിന്നീട് ഞാൻ ഞെട്ടിക്കുന്ന വേറൊരു സത്യം അറിഞ്ഞു. കാർത്തികിന് നജേനെ ഒത്തിരി ഇഷ്ടമാണ്, അവൾ അവനെ ഇഷ്ടപ്പെടുന്ന പോലെ. എന്ത് പറയാനാ, എൻ്റെ സൗന്ദര്യത്തിലെല്ലാവരും വീണു. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചല്ല ചേച്ചി ഇതെല്ലാം അറിയുമെന്ന്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നിയെന്നുള്ള സത്യം തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാം വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് ചേച്ചിക്ക് കാർത്തികിനെ ഇഷ്ടമാണ് എന്നുള്ളതല്ല. അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, ആ രാത്രി നമ്മളെല്ലാം പറഞ്ഞില്ലായിരുന്നു, അന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് കാർത്തികിനെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഇഷ്ടത്തെ എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചും കൂടാണ്. അങ്ങനെ എനിക്കൊരു ദിവസം ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചപ്പം അവളോട് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷേ അതെൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ പറയില്ല എന്നും പറഞ്ഞു. അത് ചേച്ചി കേട്ടല്ലേ? ഇനി ആരെങ്കിലും ഇങ്ങനെ പറയാത്ത ഇഷ്ടങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ. കണ്ടില്ലേ, തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെയല്ലേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. എന്നാലും എൻ്റെ ചേച്ചേ, നിനക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു പറയണ്ടായിരുന്നോ? അറിയില്ലായിരുന്നു, ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം ശിവാനി ചേച്ചി അറിയുമെന്നും ശിവാനി ചേച്ചി എന്നെ കാർത്തികേട്ടന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുമെന്നും ഞാൻ കരുതിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാൻ ധൈര്യമില്ലായിരുന്നു ആരോടും.
ഇത്ര അധികം പെൺകുട്ടികളെ പുറകെ നടക്കുന്നു ശിവേട്ടൻ. അവരാരെങ്കിലും ലവ് ചെയ്തെന്ന് ഞാൻ കരുതിയത്. എന്നെ ഒന്നും ലവ് ചെയ്തെന്ന് ഞാൻ തീരെ കരുതിയില്ല. എന്നെ കാണാൻ എന്ത് ഭംഗിയാണ് അതിനുള്ളത്? ഒരു ഭംഗിയില്ലല്ലോ എന്നെ കാണാൻ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ബെസ്റ്റ്. ആരാന്ന് വെച്ചാൽ നിന്നെ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞത്? നിന്നെ കാണാൻ എന്ത് ഭംഗിയാ? നീ കണ്ണാടിയിൽ നിന്ന് നോക്കാറില്ലല്ലേ? അത് നിന്നെ സംസാരിച്ചിട്ടറിയാം. യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നിനക്കറിയില്ല? നിന്റെ ഫേസ് മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യമില്ല, മനസ്സ് നന്നായിരിക്കണം. നിന്റെ മനസ്സ് വളരെ നല്ലതാണ്. ഇല്ലായിരുന്നെങ്കിൽ നീ ഇത് എല്ലാവരോടും പറഞ്ഞാലും നേരത്തെ. നിന്റെ പ്രണയം സാക്രിഫൈസ് ചെയ്യാൻ ഒഴുകുന്നില്ല നീ. പിന്നെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിനക്ക് എത്ര നല്ല ഹൃദയമാണ് ഉള്ളതെന്ന്. മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ പ്രണയം സാക്രിഫൈസ് ചെയ്യാൻ പോയില്ലേ? നീ ശരിക്കും വളരെ നല്ല കുട്ടിയാണ്. കാർത്തി നല്ല ഭാഗ്യം ചെയ്ത ആളാണ്. നീ ഇഷ്ടപ്പെടുന്നവൻ നിന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എങ്ങനെയാ എല്ലാം? ഐ ഡോണ്ട് നോ, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ല, എൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവിടെ ഒരു പ്രദീപിനെ ഇഷ്ടമാണെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അങ്ങോട്ടേക്കൊരു ചോദ്യം ഉത്തരം ഒന്നും വന്നില്ല, പോയുമില്ല. ഓഹോ, അത് ശരിയാണല്ലോ. ആരെയൊക്കെയോ ഇഷ്ടമാണ്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്, എന്തോ വലിയ രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, ഇത് മാത്രം പറയാനാണോ വന്നേ? പ്രദീപിൻ്റെ കാര്യം കൂടെ പറ, ഞങ്ങൾ അറിയട്ടേന്നേ. നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ പറ. അതോ നിനക്ക് മാത്രമാണോ ഇഷ്ടം? അതെ പറ, എനിക്ക് ഇൻട്രസ്റ്റ് ആയി കേൾക്കാൻ. ആൻഡ് സോ എക്സൈറ്റഡ് ഓൾസോ. പറ വേഗം പറ. വൺ സൈഡ് ലവൊക്കെ തന്നെയാണ്. ബട്ട് എനിക്ക് ചെറിയ ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നെ പ്രദീപിന് ഇഷ്ടമാണ് എന്ന്. അപ്പം ഞാൻ അവനെ പ്രപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കുവാണ്. മേ ബി എനിക്ക് അഡ്വൈസ് വേണം. ശിവൻ്റെയും പാർവതിയുടെയൊക്കെ ലവ് പോലെ എത്ര പെട്ടെന്നായിരുന്നു അവർ പ്രപ്പോസ് ചെയ്തതും ലവ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് അഡ്വൈസൊക്കെ കിട്ടിയിട്ട് ഞാൻ നേരെ അവൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം പറയാമെന്നാണ് വിചാരിച്ചത്. എങ്ങനെ പറയും? നിന്റെ അടുത്ത് അവൻ നമ്പർ വല്ലതും ഉണ്ടോ? അതോ അവൻ കൊറിയല്ലേ? നീ ഒന്ന് പ്രപ്പോസ് ചെയ്യാണ്ട് നീ കൊറിയ വരെ പോവോ? നീ എങ്ങനെ അവനെ കാണുമെന്ന് പറയുന്നത്? അതും കൂടെ ഒന്ന് പറഞ്ഞതാ, ഞങ്ങൾക്കറിയണം. എന്നിട്ട് അഡ്വൈസിനെ ആരെയൊക്കെ നോക്കാം അല്ലേ? പോടാ, എൻ്റെ അടുത്ത് അവൻ്റെ നമ്പറൊക്കെ ഉണ്ട്. ഒന്ന് ഞാൻ വിളിച്ച് പറയും. അല്ലെങ്കിൽ അവൻ ഈ അടുത്തായിട്ട് ഇങ്ങോട്ട് വരും, അപ്പം ഞാൻ പറയും. എപ്പോഴാണ് പ്രദീപ് വരിക? ഡേറ്റ് അറിയോ? പ്രദീപ് എന്ന് വിളിക്കല്ലേ, പ്രദീപ് ഏട്ടെന്ന് വിളിക്കേ. നിൻ്റെ അടുത്തേക്ക് ഭർത്താവാകുമ്പോൾ നാളല്ലേ? അപ്പം അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? പ്രദീപേട്ടൻ വിളിച്ച് പ്രദീപേട്ടൻ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. ശരിയായിരുന്നല്ലോ, എൻ്റെ നാത്തൂൻ്റെ ഭർത്താവാകുമ്പോൾ നാളായിരുന്നല്ലേ. ഞാൻ മറന്നുപോയി. സാരമില്ല, പ്രദീപേട്ടൻ വിളിക്കാൻ. ശിവ, നാത്തൂനും ഒന്നായി. ഇനി നിനക്ക് റോളില്ല. ശിവേട്ടൻ റോളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണാവോ ആ റോള്? ഹിസ് റോൾ ഈസ് മാരിയിങ് മീ. ശരി, നാത്തൂനായില്ലോ, നാത്തൂനാവണല്ലോ അല്ലേ? അതെ നിവ്വേ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. കൂടെ ഉള്ള എല്ലാവരും സെറ്റായി, കുറച്ച് പേര് ഇപ്പം സെറ്റാകും. നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ആരെയൊക്കെ സെറ്റാക്കണ്ടേ? അപ്പം എങ്ങനെയാ ആരെയൊക്കെ സെറ്റാക്കണ്ടേ? ഇങ്ങനെ നടന്നാൽ മതിയോ സിംഗിളായിട്ട്? ഏറ്റവും ഇളയ 6 വരെ സെറ്റായി, പിന്നെന്താ? ശരിയാ, എത്രയും വേഗം മാട്രിമോണിയിൽ പേര് കൊടുക്കേണ്ടതാണ്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, ഞാൻ സെറ്റാവണല്ലേ? അതെ. പോടി എൻ്റെ വീട്ടിൽ നെറ്റ് വളരാ കേട്ടോ. അപ്പം എൻ്റെ അപ്പം കണ്ടുപിടിക്കുന്നതന്നെ ഞാൻ കേട്ടത്തുള്ളൂ. പ്രേമിക്കാനൊന്നും ഞാനില്ല. എന്നിട്ട് വേണം ബ്രേക്കപ്പ് ആയിട്ട് ആ സങ്കടത്തിലിരിക്കാൻ അല്ലേ? ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നമ്മളൊക്കെ സെറ്റായി. എന്നാലും ചേച്ചിയും സെറ്റാവുന്നത് നല്ലതായിരുന്നു. എൻ്റെ കുഞ്ഞിന് പൊട്ടത്തിയൊന്നല്ല, ഞാനിപ്പോൾ പറഞ്ഞു കേട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും കണ്ടുപിടിക്കുന്ന അത്തരത്തിനെ മാത്രമേ ഞാൻ കേട്ടു. പിന്നെന്താ? അതൊക്കെ നിവ്യയുടെ ഇഷ്ടം. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു അല്ലേ? അതെ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ സെറ്റാവില്ലെന്ന് അതിൻ്റെ ഇഷ്ടം. എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക്